ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊളുക്കുമലയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ പുലർച്ചെ ഒരു 3:45 തന്നെ എണീറ്റുണ്ട്. 4:30 ആകുമ്പോൾ തന്നെ ജീപ്പ് വരുന്ന പറഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വാതിലൊക്കെ പൂട്ടി. അപ്പോൾ ഞാൻ ഇഹും കൂടിയൊക്കെ റെഡിയാണ്. ഇഹു മങ്കി ക്യാപ്പും സ്വെറ്ററൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ജീപ്പ് വന്നു. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതില് പാസഞ്ചറിന്റെ നെയിം വേണോ? ആ പേര് വേണല്ലോ. എല്ലാവരുടെ പേര് വേണേ. എല്ലാവരുടെ പേര്, ഏജ് എല്ലാം കൂടി വേണേ. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്ര സ്റ്റാർട്ട് ചെയ്യണം മുന്നായിട്ടൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ വണ്ടിയിൽ എത്ര പേരുണ്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ്. അവരുടെ പേര്, വയസ്സ്, അഡ്രസ്സ് എന്നിവയൊക്കെ അവിടെ എഴുതി കൊടുക്കണം. അത് കാണിച്ചിട്ടാണ് നമുക്ക് കൊളുക്കുമലയ്ക്കുള്ള പാസ് തരണത്. അപ്പോൾ അതൊക്കെ നമ്മളവിടെ എഴുതി കൊടുത്തു. പിന്നെ ഇത് പാസ് എടുക്കുന്ന ഏരിയ എത്തി കേട്ടോ. അപ്പോൾ കുറേ ജീപ്പുകൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അവിടെ വണ്ടി നിർത്തിയിട്ട് പോയി പാസ് എടുത്തു. അതിൽ വണ്ടി നമ്പറും പിന്നെ നമ്മൾ എൻട്രി ചെയ്യുന്ന ടൈമും ഡേറ്റും ഒക്കെയാണ് എഴുതിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കുന്നത്. അങ്ങനെ പാസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹോസ്പിറ്റൽ കണ്ടത്. ഇതിവിടെ പണ്ട് കാലം തൊട്ടേ ഉള്ള ഹോസ്പിറ്റലാണ്. ഇപ്പം അതിൻ്റെ പകുതി ഭാഗം ടൂറിസ്റ്റുകൾക്ക് ഡോർമെട്രി സ്റ്റേ ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നമ്മൾ മുമ്പെടുത്ത പാസ് നമ്മൾ ഇവിടെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതാണ് ടീ ഫാക്ടറി. ഇതൊരു കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് ഹാരിസൺ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അത് കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എൻട്രി പാസ്സൊക്കെ എടുക്കുന്നത് സീസണിലൊക്കെ 250ഓളം ജീപ്പുകൾ ഇങ്ങോട്ട് എൻട്രി ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ജീപ്പിന് 2 ട്രിപ്പാണ് പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്കും ഒരു വരുമാനം എന്നുള്ള രീതിക്കൊക്കെയാണ് അവിടുന്ന് ടിക്കറ്റ് നമ്മൾ 600 രൂപയ്ക്ക് എടുക്കുന്നത്. സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയ്ക്ക് മൊത്തം 12 കിലോമീറ്ററാണുള്ളത്. അതിൽ 5 കിലോമീറ്റർ ടാറിട്ട റോഡും പിന്നെ 7 കിലോമീറ്റർ ഓഫ് റോഡുമാണ്. ഈ ടീ പ്ലാന്റേഷൻ മൊത്തത്തിൽ 5000 ഹെക്ടറാണുള്ളത്. അത് ഏകദേശം ഒരു 7000 ഏക്കറോളം ഉണ്ടാവും. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുമ്പോഴാണ് കുറേ ജീപ്പുകളൊക്കെ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഡ്രൈവറേട്ടൻ പറഞ്ഞത് ഇവിടെയാണ് സിംഗപ്പാറുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യൂ കാണാൻ വന്നവരാണ് ഇവിടേക്ക് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഇറങ്ങിയില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് ശരിക്കും കൊളുക്കുമല വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൊളുക്കുമല എന്നത് ശരിക്കും ഈ ടീ പ്ലാന്റേഷൻ്റെ കമ്പനി നെയിമാണ്. പിന്നീട് ഈ സ്ഥലം വൈറലായപ്പോഴാണ് അത് ശരിക്കും കൊളുക്കുമല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലാണ് ശരിക്കും കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ചൂട് ചായ കുടിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ട് നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഓർഗാനിക് ടീ ആണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ പുറത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറായിട്ട് ഒരു കുട തന്നിട്ടുണ്ട് ഈഹൊക്കെ ഉള്ളതുകൊണ്ട് നനയായിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് നടക്കാണ്ട്. അപ്പോൾ ഈ ഒരു കയറ്റം കയറിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. സീ ലെവലിൻ്റെ 8000 അടി മുകളിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 4:30 എണീറ്റ് വന്നുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് സ്റ്റാമിനൊക്കെ കുറവുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം കുത്തനുള്ളൊരു കയറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിപ്പിക്കും അത്യാവശ്യം കിതച്ചിട്ടുണ്ടായിരുന്നു.
ഇട്ടേക്കിട്ടോ അല്ലെ കൈ തണുക്ക്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. മൂക്കൂടെ മൂക്കും ചെവി കൂടെ ഒക്കെയാണ് തണുപ്പ് കാരണം ഞങ്ങൾ പെട്ടുപോയി. കുഞ്ഞാ മിണ്ടാട്ട കൂടി വരുന്നില്ലേ അപ്പ പറഞ്ഞിരിക്കുന്ന കുട്ടിയെ. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇഹു നീരവൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ആകെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ അവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ താഴേക്ക് എത്തി. അപ്പോൾ ഇഹു ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ക്യാമറ ഒക്കെ കണ്ട് എന്തൊക്കെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു നേരെ സിംഗപ്പാറയ്ക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ സിംഗപ്പാറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നല്ല രീതിയിലുള്ള കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സിംഗപ്പാറേൻ്റെ അവിടേക്കൊന്നും ഇറങ്ങിയില്ല. ഏട്ടനും സുനും മാത്രമാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഞങ്ങൾ 4 പേരും കുറച്ച് മുകളിലായിട്ട് നിന്നു കേട്ടോ. കാറ്റൊന്നും അധികം അടിക്കാത്തൊരു സ്ഥലത്ത് സേഫായിട്ട് നിന്നു. പിന്നെ അത്യാവശ്യം കുത്തനുള്ള ഇറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെന്നെ അവിടുന്ന് വരുമ്പോൾ തണുത്ത് വിറച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാട് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല കോടയായിരുന്നു. അപ്പോൾ ആ വശത്ത് വ്യൂ ഒന്നും നേരം പോലെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ രണ്ടാളും അതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് 2 ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഹുവിനെ നീതുൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സിംഗപ്പാറുടെ അവിടേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല. ജസ്റ്റ് അവിടെ നിന്നൊന്ന് വ്യൂ ഒക്കെ ഒന്ന് നോക്കി. അങ്ങനെ നമ്മൾ നേരെ ജീപ്പിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നന്നായി തണുത്ത് വിറച്ചിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്.
ഇവിടെയാണ് സിപ്പ് ലൈൻ്റെ ഏരിയ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ നമ്മുടെ ഈ കൊളുക്കുമലയിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ 1.8 കിലോമീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരാൾക്ക് 4000 പ്രൈസൊക്കെ വരുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഇത് സീസണും അല്ല, പിന്നെ ഇപ്പോൾ ചെയ്യാനും പറ്റില്ല എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത്. കാര്യം നല്ല രീതിയിൽ കാറ്റ് വീശുന്നതുകൊണ്ട് അതങ്ങോട്ട് പോവില്ല, ഇങ്ങോട്ട് തന്നെ തള്ളി വരും എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴേക്കും നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് നമ്മൾ വണ്ടി സൈഡാക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറാൻ നേരത്താണ് ഒരു ചെറിയ അട്ടേനെ കണ്ടത്. അത് കഴിഞ്ഞ് ജസ്റ്റ് സുനു കാലിലൊന്ന് നോക്കിയപ്പോൾ ബ്ലഡ് വരുന്നത് കണ്ടു. അപ്പോൾ കാലിൽ നല്ല പണിയാണ് ആശാൻ കൊടുത്തത്. എന്തായാലും ബ്ലഡ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി കയറി പോയോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ ഏട്ടൻ വെറുതെ ഒന്ന് കാലിൽ നോക്കിയപ്പോൾ ഏട്ടനും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ റൂമിൽ പോയിട്ട് എല്ലാവരും ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളിയൊക്കെ കുളിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കൂടുതൽ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കാനൊന്നും നിന്നില്ല. എല്ലാം പെട്ടെന്ന് ചടുപിടും തന്നെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. കാറിൽ കയറിയപ്പോഴേക്കും ഇഹു ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പ് കയറി. പിന്നെ നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ടീ ഫാക്ടറിക്കാണ്. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിൽ കയറി അതിൻ്റെ പ്രോസസ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ റിപ്പിൾ ടീൻ്റെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ തിരക്ക് കണ്ടപ്പോൾ ഇത് അതിൻ്റെ പ്രോസസ്സിങ് കാണാനുള്ള തിരക്കാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വാങ്ങിക്കാനുള്ള തിരക്കായിരുന്നു കൂടുതൽ. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പാർക്കിലേക്കാണ് പോയത്. നീരവിനൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് മഴയൊക്കെ ആയതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, ഇൻഡോറേ ഉള്ളൂ. പക്ഷേ ഇൻഡോർ ഭയങ്കര കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ട വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അപ്പോഴേക്ക് ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വട്ടവടയ്ക്ക് പോകാമെന്ന് വെച്ചിട്ട് യാത്ര തുടർന്നു. അതിനിടയ്ക്കിലാണ് കുരങ്ങന്മാരെയൊക്കെ കണ്ടത്. അവന്മാരെന്തൊക്കെയോ തിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. പിന്നെ പോണ വഴിക്കാണ് ഒരു ആക്സിഡൻറ്റ് കണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടേണ്ടതായിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അതിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു കുഴി ഉണ്ടായിരുന്നു. 2 വണ്ടികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ആ ബ്ലാക്ക് കാറിൻ്റെ ഡോറൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് കേട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം അതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ ക്ലിയറായി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ 2 സൈഡിലും കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കിൽ ഒരു കടറുമറത്ത് ഈ പട്ടിക്കുട്ടീനെ കണ്ടത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
പോയിൻ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴാണ് ഈ കുതിരേനെ കണ്ടത്. ഇതിൻ്റെ കാലുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ആള് ഞൊണ്ടി വന്നിട്ട് എന്തോ അവിടെ കഴിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വട്ടവടയ്ക്ക് പോണത് ക്യാൻസലാക്കി. പിന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് കടത്തി വിടില്ല, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അങ്ങനെ അവിടെ നമ്മൾ നേരെ തിരിക്കുകയാണ്. അങ്ങനെ പോണ ഇടയ്ക്കിലാണ് നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറിയതാണ്. അപ്പോൾ അവിടെ അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എടുത്തതാണ്. അങ്ങനെ നമ്മൾ മൂന്നാർ സെൻറ്ററിലെത്തി. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. എല്ലാവരും ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. നമ്മൾ മറയൂർ വഴി ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് പോണത്. അപ്പോൾ ഇനി ഫുഡ് കിട്ടാനൊക്കെ പിന്നെ പ്രയാസമാവും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ വണ്ടിക്ക് എയർ കുറവായതുകൊണ്ട് നമ്മളത് അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറി. പിന്നെ പോണ വഴിക്ക് ഉറക്കം മാറാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ അവിടെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.